everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 59th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about material variances, and in this lecture, we are going to continue with the same topic, that is material variances. Material variances നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇനി പറയുന്നവയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ ഈൽഡ് ഓർ സബ് യൂസേജ് വേരിയൻസ് ആണ്. Material yield or sub-usage variance MYV. It is that portion of material usage variance which is due to the difference between the standard yield specified and the actual yield obtained. അതായത് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഒക്കർ ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഈൽഡും ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് പുട്ടിൻ ചെയ്യുമ്പോൾ ഈ പുട്ടിൻ ചെയ്ത റോ മെറ്റീരിയൽസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആക്ച്വൽ ഈൽഡ് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഈൽഡിനേക്കാളും കൂടുതലോ കുറവോ ആയിരിക്കാം. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത സ്റ്റാൻഡേർഡ് ഈൽഡും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആക്ച്വൽ ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? And this variance measures the abnormal loss or saving of materials. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് മെഷർ ചെയ്യുന്നത് ഒന്നുകിൽ അബ്നോർമൽ ലോസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ സേവിങ്ങിനെ ആയിരിക്കാം. ഇൻ കേസ് മെറ്റീരിയൽസ് അബ്നോർമൽ ലോസ് വഴി നഷ്ടമാവുകയാണെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഈൽഡിനേക്കാളും കുറവായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആക്ച്വൽ ഈൽഡ്. ഓൺ ദി അതർ ഹാൻഡ് മെറ്റീരിയൽസിൻ്റെ സേവിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഈൽഡിനേക്കാളും കൂടുതലായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആക്ച്വൽ ഈൽഡ്. ക്ലിയർ? ദിസ് വേരിയൻസ് ഇസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് പ്രോസസ് ഇൻഡസ്ട്രീസ് വെയർ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽസ് ഇസ് ഇന്നെവിറ്റബിൾ. അതായത് മെറ്റീരിയൽസിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ലോസ് സംഭവിക്കുന്നത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള പ്രോസസ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആണ്. If the actual loss of materials differs from the standard loss of materials, yield variance will arise. അതായത് മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ ലോസ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ലോസിൽ നിന്നും ഡിഫർ ചെയ്യുന്നു. മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ ലോസും മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ലോസും ഡിഫറൻ്റ് ആണെങ്കിൽ yield variance അറൈസ് ചെയ്യും. ആൻഡ് yield variance is also known as scrap variance. ആൻഡ് ഈ മെറ്റീരിയൽസിൻ്റെ ലോസ് it may result in the following two situations, and the first situation is when standard mix and actual mix do not differ. അതായത് സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും ഡിഫർ ചെയ്യുന്നില്ല, they are equal. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇൻ സച്ച് എ കേസ് yield variance is calculated with the help of the following formula. ഈ ഒരു കേസിൽ ഇനി പറയുന്ന ഫോർമുല യൂസ് ചെയ്താണ് yield variance കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർമുല is yield variance is equal to standard rate into actual yield minus standard yield. ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് ലോസ്. സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിനെ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കിട്ടുന്നതിനായി ഗ്രോസ് ഔട്ട്പുട്ടിൽ നിന്നും സ്റ്റാൻഡേർഡ് ലോസ് ഡിഡക്റ്റ് ചെയ്താൽ മതിയാകും. ആൻഡ് ഫോർമുലയിൽ വരുന്നത് ഒബ്റ്റെയിൻ ചെയ്ത ആക്ച്വൽ ഈൽഡും സ്പെസിഫൈ ചെയ്ത സ്റ്റാൻഡേർഡ് ഈൽഡുമാണ്. ഓക്കെ, അപ്പോൾ ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് വെൻ ആക്ച്വൽ മിക്സ് ഡിഫേഴ്സ് ഫ്രം സ്റ്റാൻഡേർഡ് മിക്സ്. അതായത് ആക്ച്വൽ മിക്സും സ്റ്റാൻഡേർഡ് മിക്സും ഡിഫറൻ്റ് ആണ്. ആക്ച്വൽ മിക്സ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നും ഡിഫർ ചെയ്യുന്നു. ഇൻ സച്ച് എ കേസ് ഫോർമുല ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് yield വേരിയൻസ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. അതായത് ഈ സെക്കൻഡ് സിറ്റുവേഷനിൽ yield വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഡിസ്കസ് ചെയ്ത ആ ഫോർമുല പോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം ആണ്.
But since the weight of actual mix differs from that of the standard mix, a revised standard mix is to be calculated to adjust the standard mix in proportion to the actual mix, and the standard rate is to be calculated from the revised standard mix as follows. ഓൾമോസ്റ്റ് ഫോർമുല സെയിം ആണെങ്കിലും ആക്ച്വൽ മിക്സിൻ്റെ വെയിറ്റ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നും ഡിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഈ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി സ്റ്റാൻഡേർഡ് മിക്സിനെ ആക്ച്വൽ മിക്സിൻ്റെ പ്രപ്പോർഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നാണ്. റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നും സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി പറയുന്ന ഫോർമുല യൂസ് ചെയ്താണ്. ആൻഡ് ദ ഫോർമുല ഇസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് സെക്കൻഡ് സിറ്റുവേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സിനെ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷനിലെ സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിൽ നിന്നും ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് എന്നുള്ളത് മാറി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് എന്നാകുന്നു. ഓക്കെ, ഫോർമുല ഫോർ ഈൽഡ് വേരിയൻസ് ഇൻ സച്ച് എ കേസസ്. ആൻഡ് ഈ സെക്കൻഡ് സിറ്റുവേഷനിൽ ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. ഈൽഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഇവിടെയും ഫസ്റ്റ് സിറ്റുവേഷനിലെ ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുലയിൽ നിന്നും ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് സ്റ്റാൻഡേർഡ് ഈൽഡ് എന്നുള്ളത് മാറി റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ് ആകുന്നു. ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല സെക്കൻഡ് സിറ്റുവേഷനിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ് എന്നാണ്. ഓക്കെ, we will discuss a problem on material yield variance in the next lecture. Thank you.